ഹായ്, ഇന്ന് നമ്മുടെ ചാനലിൽ യാത്രികർ ടീം സ്നേഹാലയം അനാഥാലയം സന്ദർശിച്ച ഒരു യാത്രയാണ് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് സ്വാഗതം ഏകിയിട്ട് കയറുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന നോട്ടീസാണ്. ഇന്നത്തെ ഭക്ഷണം യാത്രികർ ടീം എന്ന് പറയുന്നതാണ്. സ്നേഹാലയത്തിൽ ഞങ്ങളുടെ ടീം അംഗങ്ങളിലെ കുറച്ച് പേര് വന്നതാണ് ഈ ഫോട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ സെക്രട്ടറി കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണം. അത് ഈ സ്നേഹാലയം തെരുവോരം എന്ന് പറഞ്ഞൊരു സംഘടനൻ്റെ കീഴിലുള്ളതാണ്. ഈ സംഘടനയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും കുറേ ആൾക്കാരൊക്കെ രൂപാന്തരം കൊള്ളിച്ചതാണ്. പിന്നെ വേറൊരു ആൾ സ്പോൺസർ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായതാണ് ഈ സ്നേഹാലയം എന്ന് പറഞ്ഞ അനാഥാലയം. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ടീമിൽ, ഈ യാത്രികർ ടീമിൽ കുറേ ആളുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പ്രസംഗിക്കുകയാണ്. പിന്നെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വന്ന പഠനം മിക്സറും ചായയൊക്കെ തന്നെ കേട്ടോ. അതിൽ ഞാൻ ഫോട്ടോസ് ഇടാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ചെറിയൊരു പാട്ട്, അതൊരു കലാപരിപാടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോൾ അവർക്ക് അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കണ്ട. അപ്പം ഞങ്ങളെ വകയായിരുന്നു അന്നത്തെ ഭക്ഷണം. ഞങ്ങളും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചു. മന്തി ആയിരുന്നു കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയിരുന്നത്. ഇത് എന്തോ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വന്ന അവിടെ PSMO കോളേജിലത്തെ കുട്ടികൾ ആയിരുന്നു. അവർ ഇതൊന്ന് വന്നതാണ്. അപ്പോൾ റിസർച്ച് ചെയ്യാനും വേണ്ടി എന്തോന്നിനും വന്നത്. അപ്പോൾ ഇന്നായിരുന്നു ഞങ്ങളെ പരിപാടി. അപ്പോൾ ഞങ്ങൾ അവരെയും ഫുഡ് കഴിക്കാനും വേണ്ടി വിളിച്ചതാണ്, ആ 3 പെൺകുട്ടികൾ. പിന്നെ ഇവരൊക്കെ ടീമുകളിൽ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മേലൊക്കെ ഒന്ന് കയറി നോക്കി. സ്നേഹാലയത്തിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ വിട്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ കൂട്ടത്തിലുള്ള തന്നെ സുനിൽ ബാബു പറയുന്ന ആളാണ്. അതെന്താ റെസ്ക്യൂ ടീമാണ്. അപ്പോൾ അവർക്ക് വയർലെസ്സിൽ എന്തൊക്കെയോ സന്ദേശങ്ങൾ വന്നതാണ് കേട്ടോ. ഇതാണ് സ്നേഹാലയത്തിൻ്റെ മുകളിലത്തെ കാഴ്ച. ഞാൻ ഫുൾ കാഴ്ചകൾ പിന്നെ വിട്ട് തരുന്നുണ്ട് കേട്ടോ. ബാബുക്ക വയർലെസ്സിൽ ഭയങ്കര സംസാരമാണ്, എന്തൊക്കെയോ അർജൻറ്റ് കാര്യങ്ങളാണ്. ഇത് സ്നേഹാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മുൻവശത്തെ കാഴ്ചയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളൊന്ന് കൂടി, എല്ലാവരും കൂടെ ഒന്ന് കൂടി വീണ്ടും പരിപാടി കഴിയുമ്പോൾ അന്തേവാസികളുടെ ഒരാൾ അവിടെ മാജിക് ഇയാളെന്തോ സർക്കസിലെന്തോ ആയിരുന്നു. തവനൂരിന് ഇങ്ങോട്ടേക്ക് KT ജില്ലയിൽ വഴി അയാൾ കുറച്ച് മാജിക്കും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇതൊക്കെ അയാളെ ഫോട്ടോസ് പത്രത്തിൽ വന്നത് എന്തൊക്കെയോ ആയിരുന്നു. അതൊക്കെ പത്രത്തിൽ വന്ന് സൂക്ഷിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് പരിചയപ്പെടുന്നു. അയാൾ മാജിക്കൊക്കെ കളിക്കും, സർക്കസിലൊക്കെ ആയിരുന്നു. കലാകാരനാണ് അയാൾ. തവനൂരായിരുന്നു. പിന്നെ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തവനൂർക്കാരായിരുന്നു. പത്രത്തിൽ വന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ ഷെർഫാക്ക് ഇങ്ങനെ കാണിക്കുക എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രസിഡന്റ്, സ്നേഹാലയത്തിൻ്റെ പ്രസിഡന്റാണ് ബാബ. അയാൾക്കൊരു സഹായിയായിരുന്നു. ഭയങ്കര കാണിക്കാനും അയാൾ ഓരോ അടവുകൾ ഐറ്റംസ് കാണിക്കുകയാണ്. സ്നേഹാലയത്തിൻ്റെ അന്തേവാസിയാണ്. കാലോണ്ട് വയ്യട്ടോ, കാലോണ്ട് നിൽക്കാൻ വയ്യ. കല്ലാണ് അയാൾ നിൽക്കുന്നത്. Karena
ഓരോ ഐറ്റംസ് കാണിക്കാണ്, ബാഗൊക്കെ കാണിച്ചു. അത് ഈ വിഴുങ്ങിട്ട് അയാളെ ഇപ്പോഴേക്കും അയാൾക്ക് വയ്യാണ്ടായി അയാൾ ഇരുന്നു. இது நம்பர் 1, இது நம்பர் 2. நம்பர் 1ல என்ன உண்டுன்றது நீங்க மனசுல வச்சா மாதிரி. நம்பர் என்ன പറയാൻ പാടില്ല, മനസ്സിൽ വെച്ച്. നമ്പർ 2 என்ன உண்டு இப்போ நான் சொல்றேன், அப்போ പറഞ്ഞാ മതി. നമ്പർ 1ல என்ன കണ്ട് പറയും സിസ്റ്റർ. നമ്പർ 1 കള്ളം പറയരുത്. നമ്പർ 1ல വാട്ടർ ഉണ്ട്. അയാൾ എന്നോടാണ് ചോദിക്കുന്നത് ഗ്ലാസ് ഏതിലാണ് കുപ്പി ഏതിലാണ്. ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അയാളെ മാജിക് ഷോ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മളെ ഇതിലുള്ള ആളുകൾ ഓരോരുത്തരായിട്ടുള്ള കലാപരിപാടികളും പാട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഞാനൊക്കെ പാട്ടടി, ഞാൻ പാട്ടടിയതൊന്നും ഇതിലിടണില്ല. പിന്നെ എൻ്റെ മകന് നല്ല ത്രില്ലടിച്ച് അവൻ ഭയങ്കര കൈയൊട്ടി പാടില്ലേ, ഡാൻസ് കളിക്കലും കൈയൊട്ടലൊക്കെ ആയിരുന്നു. അവിടെ ഗാനമേള നടന്നു. ചെറുതായിട്ട് ഒരു DJ പോലെ എല്ലാവരും ഡാൻസ് ഒക്കെ അന്തേവാസികൾക്കൊരു ഹരം പകരാൻ എല്ലാവരും ലാസ്റ്റ് ഈ കലാശത്തിൽ അപ്പോൾ അന്തേവാസികളൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് കൂടി എല്ലാവരും എണീക്കാൻ കഴിയുന്ന ആളുകളൊക്കെ എഴുന്നേൽക്കും. അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല മാക്സിമം. അടുത്തത് ഇയാളെ നന്ദി പ്രകടനം. ഞങ്ങൾ ഓരോരുത്തരായിട്ട് നന്ദി പറഞ്ഞപ്പം ഇയാളാണ് ലാസ്റ്റ് എൻഡിൽ. ഇയാളൊരു തമിഴനാ. അപ്പം അയാൾ നന്ദി പ്രകടനത്തോട് കൂടിയിട്ടാണ് നമ്മൾ സ്നേഹാലയം വിടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെരുപ്പടിമല അതേപോലെ മിനിയൂട്ടിയൊക്കെ പോയി. അതൊക്കെ അടുത്തൊരു വീഡിയോസിലായിട്ട് കാണിക്കാം. ഇത് ഇവര് തമിഴനാണ്. അപ്പോൾ തമിഴിലെ അവസാനമായിട്ട് താങ്ക്സ് പറയും. എല്ലാവരോടും നന്ദി അറിയുന്ന ഭയങ്കര കലാകാരനാട്ടോ. മൈക്ക് കണ്ട വിടൂല. ഞങ്ങൾ മുഴുവൻ അനാഥാലയത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ഇടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിക്കുന്നു. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.